വും ഗംഭീരവുമായ ചടങ്ങുകളോടെയാണ് ഇവിടുത്തെ ഉത്സവം അരങ്ങേറുന്നത്. ശിവനും കൃഷ്ണനും വിഷ്ണു സംക്രമത്തിന് കൊടിയേറി 8 ദിവസം നീണ്ടുനിൽക്കുന്ന അങ്കുരാതി ഉത്സവം നടക്കുന്നു. കൊടിയേറി കണി കാണുക എന്നാണ് തളിയിലെ ഉത്സവാരംഭത്തെപ്പറ്റി പറയുന്നത്. ഉത്സവ ദിവസം വിശേഷാൽ ഉച്ചപൂജയും ശ്രീഭൂതബലിയും നടക്കും. അഞ്ചും ആറും ദിവസങ്ങളിൽ യഥാക്രമം ശിവനും കൃഷ്ണനും മണികൊട്ടി പൂജിച്ച് ദീപദീപാദികളോടുകൂടിയ ശ്രീഭൂതബലി ഉണ്ടാകും. ഗ്രാമത്തിലെ ദുഷ്ടശക്തികളെ അമർച്ച ചെയ്യുവാനുള്ള ദേവന്റെ പള്ളിവേട്ട കഴിഞ്ഞ് പിന്നെ പള്ളിക്കുറുപ്പാണ്. പിറ്റേന്ന് രാവിലെ ദേവന്റെ പ്രൗഢി അറിയിക്കുന്ന ആറാട്ട് നടക്കും. ദേവന്റെ ആറാട്ട് പുറപ്പാട് ഒരു ദേശത്തിന്റെ ഉത്സവമാണ്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആഘോഷമായ ഉത്സവ ചടങ്ങുകൾക്ക് നഗരം സാക്ഷിയാകുന്നു. പാരമ്പര്യ സമൃദ്ധമായ മലബാർ പ്രദേശത്തെ പ്രശസ്തമായ ആരാധനാ കേന്ദ്രമായി നിലനിൽക്കുന്ന കോഴിക്കോട് തളിക്ഷേത്രം കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. രാജ്യതാൽപര്യത്തോടൊപ്പം സാംസ്കാരിക വികസനത്തിനും പ്രാമുഖ്യം നൽകിയ സാമൂതിരി രാജാക്കന്മാരുടെ ഭരണകാലത്തെ മായാത്ത മുദ്രയാണ് ഈ ക്ഷേത്രസങ്കേതം. രാഷ്ട്രീയ ശക്തിയുടെ കുംഭഗോപുരങ്ങളായി വാഴ്ത്തപ്പെടുന്ന അധികാര സ്ഥാപനങ്ങൾക്ക് സാംസ്കാരിക നവോത്ഥാനത്തിന്റെ മേഖലയിൽ ചെയ്യാവുന്ന സേവനങ്ങൾക്ക് തളിക്ഷേത്രം ഇന്നും ഒരു മാതൃകയായി നിലനിൽക്കുന്നു. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടൊപ്പം ഭക്തിയുടെ പാരമ്പര്യവും കൈവിടാതെ സൂക്ഷിച്ച മഹാത്മാക്കളായ ആ ഭരണാധികാരികൾക്ക് ആദരവിന്റെ സന്ദേശം പകർന്നുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.